നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 84. വസുദേവർക്ക് ആധ്യാത്മികോപദേശം. ദേവകിക്ക് നഷ്ടപുത്രന്മാരുടെ പുനർലബ്ധി. പേജ് നമ്പർ 834. ആധ്യാത്മിക ജീവിതത്തിൻ്റെ സമഗ്ര ദർശനത്തെക്കുറിച്ച് കൃഷ്ണൻ വളരെ സംഗ്രഹിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വസുദേവർക്ക് പുത്രനോട് അത്യധികം സംപ്രീതി തോന്നി. ഇങ്ങനെ മതിമറന്നു പോയതിനാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. നിശബ്ദനായി നിന്നതേയുള്ളൂ. ഇതിനിടയിൽ കൃഷ്ണൻ്റെ അമ്മയായ ദേവകി ഭർത്താവിനു സമീപം ഉപവിഷ്ടയായിരുന്നു. ഗുരുവിനോടുള്ള ദയാവായ്പു മൂലം കൃഷ്ണനും ബലരാമനും ചേർന്ന് ഗുരുവിൻ്റെ മരിച്ചുപോയ പുത്രനെ മരണത്തിൻ്റെ അധിദേവതയായ യമരാജൻ്റെ പിടിയിൽ നിന്നു മോചിപ്പിച്ചു കൊണ്ടുവന്നതായി അവൾ മുമ്പ് തന്നെ കേട്ടിരുന്നു. ഈ സംഭവം അറിഞ്ഞതു മുതൽ കംസൻ കൊന്നുകളഞ്ഞ തൻ്റെ പുത്രന്മാരെക്കുറിച്ചായിരുന്നു അവളുടെ ചിന്ത. അവരെക്കുറിച്ചോർമ്മിച്ചിരിക്കുമ്പോഴൊക്കെ അവളുടെ ദുഃഖം കരകവിഞ്ഞൊഴുകിയിരുന്നു. മരിച്ചുപോയ പുത്രന്മാരോടുള്ള അനുതാപം മൂലം ദേവകി ഭഗവാൻ കൃഷ്ണനോടും ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. പ്രിയപ്പെട്ട ബലരാമ, എല്ലാവർക്കും ആനന്ദവും ശക്തിയും നൽകുന്നവനാണെന്നു നിന്റെ പേരു തന്നെ സൂചിപ്പിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനും വാക്കുകൾക്കും അപ്രാപ്യമാണു നിന്റെ അപ്രമേയമായ കഴിവുകൾ. അതുപോലെ പ്രിയപ്പെട്ട കൃഷ്ണ, യോഗികളുടെയൊക്കെ അധീശനാണു നീ. ബ്രഹ്മാവിനെയും അദ്ദേഹത്തിൻ്റെ സഹായികളെയും പോലുള്ള പ്രജാപതികളുടെയും അധീശനാണു നീ. ആദിമ പുരുഷനാണ് നാരായണൻ. കാലഗതിയിൽ വഴിതെറ്റിപ്പോയ സകല ഖലന്മാരെയും നിഗ്രഹിക്കാനാണ് നീ അവതരിച്ചിരിക്കുന്നതെന്നും എനിക്കറിയാം. അവർ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും നിയന്ത്രണം നഷ്ടപ്പെട്ട് സത്വഗുണത്തിൽ നിന്നു പതിച്ചു പോയിരിക്കുന്നു. ധൂർത്തും ധാർഷ്ട്യവും നിറഞ്ഞ ജീവിതം നയിച്ച് അവർ വെളിപ്പെടുത്തപ്പെട്ട മതതത്വങ്ങളിലെ നിർദ്ദേശങ്ങളെ അവർ അവഗണിച്ചിരിക്കുന്നു. ഇത്തരം ഖലന്മാരായ ഭരണാധികാരികളെ നിഗ്രഹിച്ചു ഭൂമിയുടെ ഭാരം കുറയ്ക്കാനാണു നീ അവതരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട കൃഷ്ണ, ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ കാരണോദധിയിൽ ശയിക്കുന്നവനും സമസ്ത സൃഷ്ടിയുടെയും പ്രഭവസ്ഥാനവുമായ മഹാവിഷ്ണു നിന്റെ പൂർണ്ണാംശത്തിൻ്റെ വികാസം മാത്രമാണെന്ന് എനിക്കറിയാം. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങൾ
നിന്റെ വികാസങ്ങളാണു നിർവഹിക്കുന്നത്. അതിനാൽ ഒട്ടും ഒളിക്കാതെ ഞാൻ നിന്നെ അഭയം പ്രാപിക്കുന്നു. നിങ്ങളുടെ ഗുരുവായ സാന്ദീപനി മുനിക്ക് ഗുരുദക്ഷിണ നൽകാൻ സമയത്ത് അദ്ദേഹം തൻ്റെ മരിച്ചുപോയ പുത്രനെ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ, മരിച്ചിട്ടും ഏറെ കാലമായിരുന്നിട്ടും നീയും ബലരാമനും ചേർന്ന് ഉടൻ തന്നെ അവനെ യമരാജന്റെ അധീനത്തിൽ നിന്നു തിരിച്ചു കൊണ്ടുവന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രവൃത്തിയിൽ നിന്ന് നീ യോഗികളുടെയൊക്കെ സർവാധികാരിയാണെന്ന് അഥവാ യോഗീശ്വരനാണെന്നു ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ അതേ രീതിയിൽ എൻ്റെ ആഗ്രഹവും സഫലമാക്കാൻ ഞാൻ നിന്നോടാവശ്യപ്പെടുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, കംസനാൽ ഹതരായ എൻ്റെ പുത്രന്മാരെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ആവശ്യപ്പെടുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരുന്നതോടെ എൻ്റെ ഹൃദയം സംതൃപ്തമാകും. അവരെ ഒരിക്കലെങ്കിലും കാണാൻ കഴിയുന്നത് എനിക്ക് അത്യന്തം സന്തോഷമായിരിക്കും. അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ ബലരാമനും കൃഷ്ണനും ഉടൻ തന്നെ യോഗമായയുടെ തുണയോടെ സുതലം എന്ന അധോലോകത്തേക്കു യാത്രയായി. പണ്ട് വാമനാവതാരത്തിൽ അസുരരാജാവായ ബലി മഹാരാജൻ തൻ്റെ സർവസ്വവും നൽകി പരമപുരുഷനെ സംതൃപ്തനാക്കിയിരുന്നു. അന്ന് ബലി മഹാരാജാവിൻ്റെ വാസസ്ഥാനവും രാജ്യവുമായി സുതലം മുഴുവനും നൽകപ്പെട്ടു. ഇപ്പോൾ ഈ മഹാഭക്തനായ ബലി മഹാരാജൻ ഭഗവാൻ ബലരാമനും കൃഷ്ണനും തൻ്റെ ലോകത്തെത്തിയിരിക്കുന്നത് കണ്ട് സുഖസാഗരത്തിൽ നിമഗ്നനായി. തൻ്റെ മുമ്പിൽ ഭഗവാൻ കൃഷ്ണനെയും ബലരാമനെയും കണ്ടയുടൻ അദ്ദേഹവും കുടുംബാംഗങ്ങളും ഇരിപ്പിടങ്ങളിൽ നിന്നെഴുന്നേറ്റ് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ചു. ഭഗവാൻ കൃഷ്ണനെയും ബലരാമനെയും അദ്ദേഹം ഉപവിഷ്ടരാക്കി. രണ്ടുപേരും സുഖമായി ആസനസ്ഥരായപ്പോൾ അദ്ദേഹം അവരുടെ കാൽ കഴുകിച്ചു. ആ ജലം തൻ്റെയും കുടുംബാംഗങ്ങളുടെയും തലയിൽ തളിച്ചു. കൃഷ്ണന്റെയും ബലരാമന്റെയും പാദപദ്മം കഴുകിയ ജലത്തിന് ബ്രഹ്മാവിനെ പോലെയുള്ള സമുന്നതരായ ദേവന്മാരെ പോലും വിശുദ്ധീകരിക്കാൻ കഴിയും. ഇതിനെ തുടർന്ന് വിലപ്പെട്ട വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ചന്ദനദ്രവം, താംബൂലം, ദീപം, അമൃത സമാനമായ ഭോജ്യങ്ങൾ എന്നിവയുമായി കുടുംബാംഗങ്ങളോടൊപ്പം നിയാമക തത്വങ്ങളനുസരിച്ച് ബലി മഹാരാജൻ ഭഗവാനെ പൂജിക്കുകയും തൻ്റെ സമ്പത്തും ശരീരവും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തു. രാജാ ബലി വീണ്ടും വീണ്ടും ഭഗവാന്റെ കാലു പിടിച്ച് അവ തൻ്റെ മാറിൽ ചേർത്തു. ഇടയ്ക്കിടയ്ക്ക് അവ തലയിൽ വച്ചു. ഈ വിധത്തിൽ അദ്ദേഹം അതീന്ദ്രിയാനന്ദം അനുഭവിച്ചു. പ്രേമവാത്സല്യങ്ങളുടെ കണ്ണുനീർ ആ നേത്രങ്ങളിൽ നിന്നു പ്രവഹിച്ചു തുടങ്ങി. അദ്ദേഹം ഹർഷപുളകിതനായി ഇടയ്ക്കിടയ്ക്കു വീർപ്പുമുട്ടുന്ന സ്വരത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു, ഹരേ കൃഷ്ണ.